أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ചില സരിയ അഥവാ യുദ്ധനീക്കങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ചരിത്രത്തിൽ വരുന്ന മറ്റൊരു സരിയ സെയ്ദ് ബിൻ ഹാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സരിയ ഹിജ്റ 6-ാം വർഷം ജമാദിയുൽ ആഖിർ മാസത്തിലാണ് നടന്നത്. ഇത് ബനു ജസാമിലേക്ക് പോകും വഴി ഹസ്മിയിലാണ് നടക്കുന്നത്. ഹസ്മി ബനു ജസാമിലെ ഒരു പട്ടണമാകുന്നു. മദീനയിൽ നിന്ന് 8 രാത്രിയുടെ യാത്രാ ദൈർഘ്യമുള്ള സ്ഥലമാണിത്. അക്കാലഘട്ടത്തിലെ യാത്രാ ദൂരം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നീണ്ട യാത്രയാകുന്നു. അല്ലാമ ഇബ്നു ഖയ്യിം സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ സരിയ തീർച്ചയായും ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഉണ്ടായത്, അതായത് ഹിജ്രി 7-ാം വർഷം. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ഇതേക്കുറിച്ച് നിരൂപണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ സരിയയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു സംശയമുണ്ട്, അത് വിവരിക്കേണ്ടത് അനിവാര്യമാണ്. ഇബ്നു സഅദും അദ്ദേഹത്തെ തുടർന്ന് മറ്റ് നബി ചരിത്രകാരന്മാരും ഈ യുദ്ധനീക്കം ഹിജ്റ 8-ാം വർഷം ജമാദിയുൽ ആഖിർ മാസത്തിലാണ് എന്ന് എഴുതുകയും അതാണ് ശരി എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാമ ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ നൽകിയ വിശദീകരണത്തിൽ ഈ സരിയ ഹിജ്റ 7-ാം വർഷം ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ ഇബ്നു ഖയ്യിമിന്റെ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമായി ഈ സരിയയുടെ കാരണമായി വിവരിക്കപ്പെടുന്ന കാര്യം എന്തെന്നാൽ, ദഹിയ കൽബി കൈസറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മദീനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ വഴിയിൽ ബനു ജസാം കൊള്ളയടിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹിയെ കൈസറിന്റെ അടുക്കലേക്ക് കത്തുമായി അയച്ചത് ഹുദൈബിയ സന്ധിക്ക് ശേഷമായിരുന്നു എന്ന കാര്യം അവിതർക്കിതമാണ്. അതുകൊണ്ട് ഈ സംഭവം ഒരു നിലയ്ക്കും ഹുദൈബിയയ്ക്ക് മുമ്പാകാൻ തരമില്ല. ഈ തെളിവ് സ്വതവേ തികച്ചും വ്യക്തവുമാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു സഅദിന്റെ നിവേദനം തീർച്ചയായും തിരസ്കരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അദ്ദേഹം എഴുതുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. അത് അല്ലാമ ഇബ്നു ഖയ്യിം അവഗണിച്ചിട്ടുണ്ട്. അതായത് കൈസറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദഹിയ ഷാമിൽ 2 തവണ പോയിട്ടുണ്ടാകാം. ഒരിക്കൽ ഹുദൈബിയ സന്ധിക്ക് മുമ്പ് കച്ചവടാവശ്യാർത്ഥം പോയതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദേശവാഹകനായി നിശ്ചയിച്ചതും നേരത്തെ അദ്ദേഹം കൈസറുമായി കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ടായിരിക്കാം. ഈ വിശദീകരണത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, ഈ യാത്രയിൽ ദഹിയുടെ പക്കൽ കച്ചവട സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള യാത്രയിൽ കച്ചവട സാധനങ്ങളെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ പരാമർശം കാണുന്നില്ല. ഒരുപക്ഷെ ദഹിയുടെ ഈ യാത്ര കച്ചവടാവശ്യാർത്ഥം മാത്രമായിരിക്കാം. ഇബ്നു സഅദ് ഉദ്ധരിക്കുന്ന നിവേദകൻ അദ്ദേഹത്തിന്റെ 2ാമത്തെ യാത്രയോടൊപ്പം ഈ യാത്രയെയും കൂട്ടിച്ചേർത്ത് കൈസറുമായുള്ള കൂടിക്കാഴ്ചയെയും വസ്ത്രത്തെയും കുറിച്ച് അനുമാനിച്ചതുമായിരിക്കാം. വല്ലാഹു ആലം. സരിയയെക്കുറിച്ചുള്ള കാര്യങ്ങളുടെ മറ്റു വിശദീകരണങ്ങളിൽ പറയുന്നു, ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, റിഫാ ബിൻ സെയ്ദ് ജസാമി തന്റെ ജനതയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ സന്ദേശം നൽകുകയുണ്ടായി. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഇതേ സമയത്ത് ഹസ്രത്ത് ദഹിയ ബിൻ ഖലീഫ കൽബി റോമൻ ചക്രവർത്തിയായ കൈസറിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസർ ചക്രവർത്തിയുടെ അടുത്തേക്ക് അയച്ചതാണ്.
കൈസർ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുകയും രാജകീയ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ ഹുനൈദ് ബിൻ ഔസും അദ്ദേഹത്തിന്റെ മകൻ ഔസ് ബിൻ ഹുനൈദും വഴിയിൽ കണ്ടുമുട്ടി. ഇബ്നു സഅദിന്റെ വീക്ഷണത്തിൽ ഹുനൈദ് ബിൻ ഹാരിസും അദ്ദേഹത്തിന്റെ മകൻ ഹാരിസ് ബിൻ ഹുനൈദ് സലീഅയും കാണുകയുണ്ടായി. സലീഅ ജുസാം ഗോത്രത്തിന്റെ ഒരു ശാഖയാകുന്നു. ഈ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്ത് എല്ലാ സാധനങ്ങളും ഹദ്റത്ത് ദഹിയിൽ നിന്ന് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു പഴയ വസ്ത്രമല്ലാതെ മറ്റൊന്നും ബാക്കി വെച്ചില്ല. ഈ കാര്യം ബനു സുബൈബ് അറിയാനിടയായി. അവർ റിഫാ ബിൻ സെയ്ദിന്റെ ഗോത്രമായിരുന്നു. ഈ ഗോത്രം മുസ്ലിമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗോത്രക്കാർ ഹുനൈദിന്റെയും അയാളുടെ മകന്റെയും നേർക്ക് തിരിഞ്ഞു. അവർ രണ്ടുപേരോടും യുദ്ധം ചെയ്ത് ഹദ്റത്ത് ദഹിയയുടെ സമ്പത്ത് തിരിച്ചു പിടിച്ചു. ഹദ്റത്ത് ദഹിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഹുനൈദിനോടും അയാളുടെ മകനോടും പ്രതികാരം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയെ 500 ആളുകളുമായി അയച്ചു. ഹദ്റത്ത് ദഹിയയും സൈന്യത്തോടൊപ്പം തിരിച്ചയക്കുകയുണ്ടായി. ഹദ്റത്ത് സെയ്ദ് രാത്രി സഞ്ചരിക്കുകയും പകൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അവരോടൊപ്പം ബനു ഉസ്രയുടെ ഒരു വഴികാട്ടിയും ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ബനു ജുസാമിന്റെ കുറച്ച് ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. അതിൽ ഗത്ഫാൻ ഗോത്രം മുഴുവനും ഉണ്ടായിരുന്നു. കൂടാതെ വായിൽ ഗോത്രവും സൽമാന്റെ കുറച്ച് ആളുകളും സഅദ് ജസീമും ഉണ്ടായിരുന്നു. റിഫാ ബിൻ സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്തുമായി തന്റെ ഗോത്രത്തിലേക്ക് പോകുമ്പോൾ ഇവർ ഹർറത്തുൽ റജ്ലയിൽ ആയിരുന്നു. ഹർറത്തുൽ റജ്ല ജുസാമിന്റെ പ്രദേശങ്ങളിൽ കരിമണലുള്ള ഭൂമിയാകുന്നു. റിഫാ കറ റബൂത്ത് എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. കറ റബൂത്തിനെ കുറിച്ച് പറയുന്നു, ഇത് ബനു ജുസാമിന്റെ പ്രദേശങ്ങളിൽ ഒരു സ്ഥലമാകുന്നു. റിഫാന് ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ബനു ഉസ്രയുടെ വഴികാട്ടി ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും രാവിലെ തന്നെ ഹുനൈദിന്റെയും അയാളുടെ മകന്റെയും ആളുകളുടെ താമസ സ്ഥലത്ത് ഓർക്കാപ്പുറത്ത് എത്തിക്കുകയുണ്ടായി. സഹാബാക്കൾ അവരെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. നല്ലപോലെ രക്തച്ചൊരിച്ചിലുണ്ടായി. ഹുനൈദും മകനും കൊല്ലപ്പെട്ടു. അവരുടെ മൃഗങ്ങളെയും ഒട്ടകങ്ങളെയും സ്ത്രീകളെയും അവർ ഏറ്റെടുത്തു. 1000 ഒട്ടകങ്ങളും 5000 ആടുകളും ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി. ഈ ആക്രമണത്തിന് ശേഷം ജുസാമിന്റെ ശാഖയായ ബനു സുബൈബ് മദീനയിൽ വന്നതിനെക്കുറിച്ചും പരാമർശമുണ്ട്. ഇവർ മദീനയിൽ എത്തുന്നതിന് ബനു ജുസാമിന്റെ ശാഖയായ ബനു സുബൈബിലെ ആളുകൾക്ക് സയ്യിദിന്റെ നീക്കത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിരുന്നു. അവർ തങ്ങളുടെ നേതാവായ റിഫാ ബിൻ സയ്യിദിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷത്തിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ബാക്കിയുള്ള ജനതയ്ക്ക് വേണ്ടി സമാധാന ഉടമ്പടിയുമുണ്ട്. അതായത് മുസ്ലിങ്ങൾ ആകാത്ത മറ്റുള്ളവർക്ക് വേണ്ടി സമാധാന ലിഖിതം എഴുതിയിട്ടുണ്ട്. അതേസമയം താങ്കൾ അയച്ച സൈന്യം ആക്രമണം നടത്തുകയും അവരിൽ പലരെയും വധിക്കുകയും കുറച്ചാളുകൾ ബന്ദികളാക്കുകയും സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഞങ്ങൾ മുസ്ലിങ്ങൾ ആയിട്ടുള്ളവരാണ്. സമാധാന ഉടമ്പടി ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും ഞങ്ങളെ ആക്രമണത്തിൽ ഉൾപ്പെടുത്തുകയും ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അങ്ങനെയാണോ? നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും പറഞ്ഞില്ല. അതേസമയം സെയ്ദിന് ഇവരെ കുറിച്ച് അറിവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് കൂടെ സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിഫാന്റെ കൂട്ടുകാരനായ അബൂ സെയ്ദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മരണപ്പെട്ടവരെ കുറിച്ച് ഞങ്ങൾ യാതൊന്നും ചോദിക്കുന്നില്ല. ഒരു തെറ്റിദ്ധാരണ നിമിത്തമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരും സാധന സാമഗ്രികളും സെയ്ദ് ഞങ്ങളുടെ ഗോത്രത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് ശരിയാണ്. 1000കണക്കിന് ആടുകളും ഒട്ടകങ്ങളും മറ്റ് സാധന സാമഗ്രികളും 100 ബന്ദികളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ഹദ്റത്ത് അലിയെ സെയ്ദിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അടയാളം എന്ന നിലയ്ക്ക് തന്റെ വാളും അദ്ദേഹത്തിന് നൽകി. സെയ്ദിനോട് പോയി ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഈ ഗോത്രത്തിലെ ബന്ദികളായി പിടിക്കപ്പെട്ടവരെയും സമ്പത്തും തിരിച്ചു കൊടുക്കേണ്ടതാണ്. സെയ്ദ് ഈ കൽപ്പന കിട്ടിയ ഉടൻ തന്നെ എല്ലാ ബന്ദികളെയും വിട്ടയക്കുകയും പിടിച്ചെടുത്ത സമ്പത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. സമരാർജിത സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് ആക്ഷേപം ഉന്നയിക്കപ്പെടാറുണ്ട്. ഈ മാതൃകയിലൂടെ
ഇസ്ലാം സ്ഥാപിച്ചെടുത്ത നിലവാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് മുസ്ലിങ്ങളോട് തന്നെയുള്ള ശത്രുതയിൽ പരസ്പരം കൊല്ലുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ഉടമ്പടിയുടെ പേരിൽ മാത്രം ജനങ്ങളോട് ചെയ്ത ഔദാര്യം നോക്കുക. സെയ്ദ് ബിൻ ഹാരിസയുടെ മറ്റൊരു സരിയ, അതായത് യുദ്ധനീക്കത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഈ സരിയ വാദിയുൽ ഖുറായിൽ ഹിജ്റ 6-ാം വർഷം റജബ് മാസത്തിൽ അസ്മി സരിയയ്ക്ക് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സെയ്ദ് ബിൻ ഹാരിസയെ വാദിയുൽ ഖുറയിലേക്ക് പറഞ്ഞയച്ചു. വാദിയുൽ ഖുറയെ സംബന്ധിച്ച് എഴുതുന്നു, ഇത് മദീനയുടെ വടക്ക് ഷാമിലേക്കുള്ള ഭാഗത്ത് ഏകദേശം 350 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു നിവേദനമനുസരിച്ച് ഈ സ്ഥലത്ത് മസ്ഹജ്, ഖസ ഗോത്രങ്ങളിലെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. മസർ ഗോത്രത്തിലെ ചില കുടുംബങ്ങളും അവിടെ ഒന്നിച്ചു കൂടിയിരുന്നു. ഏതായിരുന്നാലും യുദ്ധമുണ്ടായില്ല. അതേസമയം ഇബ്നു ഹിശാം വിവരിക്കുന്നു, വാദിയുൽ ഖുറായിൽ ബനു ഫസാറയുമായി സഹാബാക്കൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. പല സഹാബാക്കളും ഷഹീദായി. സെയ്ദിനും സാരമായി പരിക്കേറ്റു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. ഹദരത്ത് മിയാ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായതായി എഴുതിയിട്ടുണ്ട്. ഇനി സരിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ചുള്ള പരാമർശമാണ്. ഈ സരിയ ഹിജ്റ 6-ാം വർഷം ശഅബാൻ മാസത്തിൽ ധൂമത്തുൽ ജന്ദിലാണ് ഉണ്ടായത്. ധൂമത്തുൽ ജന്ദിൽ മദീനയുടെ വടക്ക് ഷാമിന്റെ അതിർത്തിക്ക് സമീപം, മദീനയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ ദൂരെയാണ്. ഇബ്നു ഇസ്ഹാഖും മുഹമ്മദ് ഇബ്നു ഉമറും ഹദരത്ത് ഉമർ ബിൻ ഖത്താബിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക. ഞാൻ നിങ്ങളെ ഇന്നോ നാളെയോ ഇൻഷാ അല്ലാഹ് ഒരു സൈനിക നീക്കത്തിന് അയക്കുന്നതാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഈ സരിയയുടെ തയ്യാറെടുപ്പും യാത്രയും സംബന്ധിച്ച് ഇബ്നു ഇസ്ഹാഖ് അബ്ദുല്ലാ ബിൻ ഉമറിൽ നിന്ന് കൗതുകകരമായ ഒരു നിവേദനം ചേർത്തിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ കുറച്ച് ആളുകൾ, അതിൽ ഹദരത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും എന്നിവർ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു അൻസാരി യുവാവ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, വിശ്വാസികളിൽ ഏറ്റവും ഉന്നതനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളാണ് ഏറ്റവും ഉത്തമൻ. ഇത് വിശ്വാസിയുടെ ലക്ഷണമാണ്. ഉന്നത സ്വഭാവ ഗുണമുള്ളവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് പൊതുവായ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ യുദ്ധങ്ങളെയും യുദ്ധനീക്കങ്ങളെയും കുറിച്ചുള്ള പരാമർശമാണ് നടത്തുന്നത്. പക്ഷേ ചില ഉപദേശങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കും വളരെ അനിവാര്യമായിട്ടുള്ളവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉത്തമൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളാകുന്നു. ആഗതൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏറ്റവും അധികം മുത്തയ്ക്ക് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളവനും നിശ്ചിത സമയത്തിനു മുമ്പേ തയ്യാറെടുപ്പ് നടത്തുന്നവരും. തയ്യാറെടുപ്പ് എന്താണ്? അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകുകയും അതിൻ്റെ കടമയനുസരിച്ച് യഥാവിധി നിർവഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ആ അൻസാരി യുവാവ് നിശബ്ദനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ മുഹാജിർ സംഘമേ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഉപദേശങ്ങൾ തന്നു. 5 തിന്മകളുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അതൊരിക്കലും ഉണ്ടാകരുതെന്ന കാര്യത്തിലും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. കാരണം അത് ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് പ്രസ്തുത സമൂഹത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. ഒന്ന്, ഏതെങ്കിലും സമൂഹത്തിൽ ദുർനടപ്പും വ്യഭിചാരവും പരക്കുന്നത് അത് പരസ്യമായി ചെയ്യുമ്പോഴാണ്. കാരണം പല രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് അവരിൽ ഉണ്ടായിരുന്നവയായിരിക്കില്ലാവ. ഇന്ന് ലോകത്ത് ഇത് പൊതുവായി കാണപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിരിക്കുന്നു. മുസ്ലിങ്ങൾ പ്രത്യേകമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2, ഏതൊരു സമൂഹത്തിലും അളവ് തൂക്കങ്ങളിൽ വഞ്ചന കാണിക്കുന്നതിന്റെ ഫലമായി പട്ടിണിയും കാഠിന്യവും ഭരണാധിപന്റെ ദ്രോഹവും മുസീബത്തായി ഇറങ്ങാതിരുന്നിട്ടില്ല. ഇതേക്കുറിച്ച് നല്ലപോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങൾക്കിടയിലും ഒരുപാട് വിശ്വാസ വഞ്ചന ഉടലെടുത്തിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. അഹമ്മദികൾ പ്രത്യേകമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
3. സക്കാത്തിലും സദക്കയിലും ആലസ്യവും അലംഭാവവും കാണിച്ചതിന്റെ ഫലമായി മഴ ലഭ്യത കുറയുന്നതാണ്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന് താൻ സൃഷ്ടിച്ച മൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും സംബന്ധിച്ച ചിന്തയില്ലായിരുന്നുവെങ്കിൽ അത്തരം ജനതയിൽ മഴ വർഷിക്കുന്നത് പൂർണ്ണമായും ഇല്ലാതാകുമായിരുന്നു. അതും അള്ളാഹുവിന്റെ ശിക്ഷയുടെ ലക്ഷണമാകുന്നു. ഇതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഇതിൽ നിന്ന് അഭയം തേടുന്നു, നിങ്ങളും അഭയം തേടുക. 4. അള്ളാഹുവിനോടും അവൻ റസൂലിനോടുമുള്ള ശബ്ദം ലംഘിച്ചപ്പോൾ അത്തരം സമൂഹങ്ങൾക്ക് മേൽ അവരുടെ ശത്രുക്കൾ അഥവാ അന്യ സമൂഹം അധികാരം ഏൽക്കാതിരുന്നിട്ടില്ല. അവർ അത്തരം സമൂഹങ്ങളുടെ അവകാശങ്ങൾ കവരുന്നു. ഇതും ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. അവർ തങ്ങളുടെ ശപഥങ്ങൾ ലംഘിച്ചവരാണെന്ന് അതിൽ നിന്നും വ്യക്തമാകുന്നു. അള്ളാഹു അവരോട് കരുണ കാണിക്കുകയും അവർക്ക് ബുദ്ധിയും വിവേകവും നൽകുകയും ചെയ്യുമാറാകട്ടെ. 5. പണ്ഡിതന്മാരും നേതാക്കന്മാരും ശരീഅത്തിനെതിരിൽ തങ്ങളുടെ ആവശ്യാനുസരണം ഫത്വകൾ നൽകാൻ തുടങ്ങിയപ്പോൾ അത്തരം സമൂഹങ്ങൾക്കുള്ളിൽ വഴക്കും വക്കാണവും ആരംഭിക്കാതിരുന്നിട്ടില്ല. മുസ്ലിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ പ്രതികക്ഷികൾ ഉണ്ടാകുന്നത് എപ്പോഴും കാണാൻ കഴിയുന്നു. ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയത് അത് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾക്കുള്ളിൽ കാണുന്നത്. അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിലയേറിയ പ്രഭാഷണം സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച നിരൂപണമാകുന്നു. മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഇക്കാലഘട്ടത്തിലും ഇതിൽ നല്ല പാഠങ്ങളുണ്ട്. മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ എത്ര നന്നായേനെ. ഈ സരിയയുടെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് രാത്രി നേരത്ത് ധൂമത്തുൽ ജന്ദിലേക്ക് പുറപ്പെടാൻ കൽപ്പന നൽകി. അദ്ദേഹത്തിന്റെ സൈന്യം ജുർഫ് എന്ന സ്ഥലത്താണ് സംഭടിച്ചത്. ഇവർ 700 പേരുണ്ടായിരുന്നു. ജുർഫ് ഇതേക്കുറിച്ച് പറയുന്നു, ഇത് മദീനയിൽ നിന്ന് 3 മൈൽ വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ്. ഈ സരിയെ സംബന്ധിച്ച് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, വളരെ ദ്രുതഗതിയിൽ ഇസ്ലാമിന്റെ സ്വാധീന വൃത്തം വിശാലമായി കൊണ്ടിരിക്കുകയായിരുന്നു. അറേബ്യയുടെ വിദൂര കോണുകളിലും ഇസ്ലാമിക സന്ദേശം എത്തിത്തുടങ്ങിയിരുന്നു. പക്ഷെ അതോടൊപ്പം വിദൂര സ്ഥലങ്ങളിൽ എതിർപ്പും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാമിലേക്ക് ചായുന്നവർക്ക് തങ്ങളുടെ ഗോത്രക്കാരിൽ നിന്ന് ശക്തമായ ദ്രോഹങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. ഈ ദ്രോഹങ്ങൾ ഭയന്നുകൊണ്ട് ഒരുപാട് ദുർബലരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് വെളിപ്പെടുത്താൻ മടി കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധനീക്കങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകളും വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇത്തരം ഗോത്രങ്ങളിലേക്ക് സൈനിക സംഘത്തെ അയക്കേണ്ടിയിരുന്നു. ചില ആളുകൾ മനസ്സുകൊണ്ട് ഇസ്ലാമിലേക്ക് ചായുകയായിരുന്നു. പക്ഷേ ആക്രമണ ഭയം കാരണം അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ സൈന്യ സംഘങ്ങൾ അയച്ചതിന്റെ ഉദ്ദേശം മതപരമായ സ്വാതന്ത്ര്യം സ്ഥാപിക്കലായിരുന്നു. അതിനാണ് ഇസ്ലാം പ്രത്യേകമായും ഊന്നൽ നൽകിയത്. ഈ ഉദ്ദേശ ലക്ഷ്യത്തിന് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷം ശഅബാൻ മാസത്തിൽ ഒരു സൈനിക നീക്കം നടത്തുകയുണ്ടായി. ഈ സൈനിക സംഘത്തെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ നേതൃത്വത്തിൽ ധൂമത്തുൽ ജന്ദിലിന്റെ വിദൂര പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഈ സ്ഥലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ തന്നെയും ഹിജ്റ ചെയ്ത് സമാധാന സംസ്ഥാപനാർത്ഥം പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പ്രദേശം 2 വർഷം മുമ്പേ തന്നെ ഇസ്ലാമിക സ്വാധീന വലയത്തിൽ വന്നിട്ടുമുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ ഇസ്ലാമിക വചനങ്ങളിലേക്ക് അടുക്കാതിരുന്നില്ല. മാത്രമല്ല അവരിൽ ഒരു വിഭാഗം ഇസ്ലാമിലേക്ക് ചായുകയുണ്ടായി. പക്ഷേ തങ്ങളുടെ മൂപ്പന്മാരുടെയും ഗോത്രത്തിലെ ആളുകളുടെയും എതിർപ്പും കാരണം അവർ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഹിജ്റത്തിന്റെ 6-ാം വർഷം ഒരു വലിയ സൈനിക സംഘത്തെ ഉന്നതസ്ഥാനീയനായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ നേതൃത്വത്തിൽ ധൂമത്തുൽ ജന്ദിലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്ത സഹാബിയായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇബ്നു ഔഫ്, ഞാൻ നിങ്ങളെ ഒരു സൈനിക സംഘത്തിന്റെ അമീറായി നിശ്ചയിച്ച് അയക്കാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ അദ്ദേഹത്തിന്റെ തലപ്പാവ് അണിയിച്ചു. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പ്രത്യേക പതാക അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കൽപ്പന നൽകി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കീഴിൽ സഹാബാക്കളോട് ഒരു സൈനിക നീക്കത്തെ നിശ്ചയിച്ചതിന് ശേഷം പോകാൻ കൽപ്പന നൽകി. അല്ലയോ ഇബ്നു ഔഫ്, ഈ പതാക വഹിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുക. നിഷേധികളുമായി പൊരുതുക, പക്ഷേ വിശ്വാസവഞ്ചന കാണിക്കരുത്. വാഗ്ദാനം ലംഘിക്കുകയും അരുത്. ശത്രുക്കളുടെ മൃതദേഹങ്ങളെ അലങ്കോലപ്പെടുത്തരുത്. കുട്ടികളെ വധിക്കരുത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ പ്രവാചകന്റെ ചര്യയുമാകുന്നു. ഈ നിവേദനത്തിൽ ഒരുപക്ഷെ നിവേദകൻ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം മറവി കാരണം വിട്ടുപോയതായിരിക്കാം. കാരണം മറ്റു സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളെ അയക്കുമ്പോൾ സ്ത്രീകളെ വധിക്കരുതെന്നും വൃദ്ധന്മാരെ വധിക്കരുതെന്നും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകളെ വധിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, ധൂമത്തുൽ ജന്ദിലേക്ക് പോകുക. ഈജിപ്തിലൂടെ കാര്യങ്ങൾ തീരുമാനമാക്കാൻ ശ്രമിക്കുക. കാരണം അവർ യുദ്ധം കൂടാതെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ നേതാവിന്റെ മകളെ വിവാഹം കഴിക്കുക, അവരതിന് തയ്യാറാണെങ്കിൽ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈനിക സംഘത്തെ യാത്രയാക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 700 സഹാബാക്കളെയും കൂട്ടി ധൂമത്തൽ ജന്ദിലേക്ക് പുറപ്പെട്ടു. ഇത് അറേബ്യയുടെ വടക്ക് തബൂക്കിൽ നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഷാമിന്റെ അതിർത്തിക്ക് സമീപമുള്ള സ്ഥലമാണ്. ഈ ഇസ്ലാമിക സൈന്യം ധൂമയിലെത്തിയപ്പോൾ തുടക്കത്തിലേക്ക് ധൂമക്കാർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ പതിയെ പതിയെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മനസ്സിലാക്കി കൊടുത്ത പാഠങ്ങളനുസരിച്ച് അവർ തങ്ങളുടെ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറി. ഏതാനും ദിവസത്തിന് ശേഷം അവരുടെ നേതാവ് അസ്ബക് ബിൻ ഉമർ കൽബി, ഇദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ തബ്ലീഗ് കാരണം നല്ല നിലയിൽ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം പ്രസ്തുത ജനതയിലെ നിരവധി ആളുകളും മുസ്ലിങ്ങളായി. ഇവർ നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് ചായ്വുള്ളവരായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ തങ്ങളുടെ മതത്തിൽ തന്നെ നിലകൊണ്ടവർ തുറന്ന മനസ്സോടെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ വരുന്നത് അംഗീകരിച്ചു. അവർക്ക് ആരെയും നിർബന്ധപൂർവം അംഗീകരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചവരായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിക സർക്കാരിനോട് വിധേയപ്പെടാം എന്ന ഉടമ്പടി അവർ സ്വീകരിച്ചു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ സൈനിക നീക്കം പൂർത്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ധൂമത്തുൽ ജന്ദിലിന്റെ നേതാവായ അസ്ബക് ബിൻ ഉമറിന്റെ മകൾ തമാസീറിനെ വിവാഹം കഴിച്ചു. അങ്ങനെ മക്കയിലേക്ക് തിരിച്ചെത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയുടെ അനുഗ്രഹവും നിമിത്തം അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വസതിയിൽ ഈ തമാസീറിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിച്ചു. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി സർവവും സമർപ്പണം ചെയ്ത വ്യക്തിയായി മാറി. വൈജ്ഞാനിക രംഗത്തും ഇസ്ലാമിലെ ഉന്നത ശ്രേണിയിലുള്ള പണ്ഡിതന്മാരിൽ ഗണിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പേര് അബൂ സൽമ സുഹരി എന്നാകുന്നു. ഇബ്നു സഅദ് അബൂ സൽമ സുഹരിയെ കുറിച്ച് എഴുതുന്നു. അബൂ സൽമ ഉന്നതസ്ഥാനീയനായ കർമ്മശാസ്ത്ര പടുവായിരുന്നു. കൂടാതെ നിരവധി ഹദീസുകളും അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. സഅദ് ബിൻ ആസ് ബിൻ ഉമയ്യയെ മദീനയുടെ ഗവർണർ ആക്കിയപ്പോൾ അദ്ദേഹം അബൂ സൽമയെ മദീനയിൽ ഖാദിയായി നിശ്ചയിച്ചു. അബൂ സൽമയുടെ പ്രായം 72 വയസ്സായിരുന്നു. ഹിജ്റ 94 അദ്ദേഹം വഫാത്തായി. അടുത്തത് സരിയ ഹദരത്ത് അലി ബിൻ അബി താലിബ് ആകുന്നു. ഇത് ഫിതക്കിലേക്കാണ് പോയത്. ഇതേക്കുറിച്ചും പരാമർശമുണ്ട്.
ഈ സരിയ ഹിജ്റ 6-ാം വർഷമാണ് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ 100 ആളുകളോടൊപ്പം ഫിദക്കിലേക്ക് ബനു സാദ് ബിൻ ബക്കറിലേക്ക് പറഞ്ഞയച്ചു. ഫിദക്കിന്റെ സംബന്ധിച്ച് പറയുന്നു, ഇത് മദീനയിൽ നിന്ന് 6 രാത്രികളുടെ യാത്രാ ദൈർഘ്യമുള്ള ഖൈബറിനടുത്തുള്ള ഒരു ജനവാസ കേന്ദ്രമാകുന്നു. ഹിജരി 7-ാം വർഷത്തിൽ ഖൈബർ യുദ്ധാവസരത്തിൽ ഈ പ്രദേശം യുദ്ധനീക്കം കൂടാതെ തന്നെ ജയിച്ചടക്കുകയുണ്ടായി. ഇപ്പോൾ ഇത് വലിയൊരു പട്ടണമാണ്. ഇവിടെ ഈന്തപ്പഴവും മറ്റും കൃഷി ചെയ്യുന്നു. ഇന്ന് അത് അൽ ഹയാത്ത് എന്നറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികൾ ഒരു സൈന്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും ഖൈബറിലെ യഹൂദികൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയാനിടയായി. ഹദ്റത്ത് അലി രാത്രി സമയത്ത് യാത്ര ചെയ്യുകയും അവിടെ പകൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ സീറത്തുൽ ഖാത്തമുൻ നബിയിൽ പറയുന്നു, മദീനയിൽ യഹൂദി ജനതയ്ക്ക് മേൽ അവരുടെ രാജ്യദ്രോഹവും ഫിത്രകളും കാരണം ഉണ്ടായ നാശനഷ്ടങ്ങൾ അറേബ്യയിലെ എല്ലാ യഹൂദികളുടെ ഹൃദയത്തിലും ഒരു മുള്ളു നിറച്ചതുപോലെയായിരുന്നു. ബനു ഖുറൈസ മദീനയിൽ യഹൂദികൾ ഇല്ലാതായി. ഖൈബർ പ്രദേശം ഹിജാസിലെ യഹൂദികളുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു. ഇസ്ലാമിനെതിരെയുള്ള ആസൂത്രണങ്ങൾക്ക് വേദിയായി മാറി. ഇവിടെയുള്ള യഹൂദികൾ സ്വതവേ വളരെയേറെ ഈർഷ്യയുള്ളവരും അസൂയാലുക്കളും ദ്രോഹികളുമായിരുന്നു. മാത്രമല്ല, ഇസ്ലാമിനെ ഇല്ലാതാക്കാനും മുസ്ലിങ്ങളെ വിഭാടനം ചെയ്യാനുമുള്ള പരിശ്രമത്തിൽ സക്രിയരുമായിരുന്നു. ഹിജരി 6-ാം വർഷം ഷേബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സാദ് ബിൻ ബക്കർ ഗോത്രവും ഖൈബറിലെ യഹൂദികളും മുസ്ലിങ്ങൾക്കെതിരിൽ പരസ്പരം ഗൂഢാലോചന നടത്തുന്നതായി അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. ബനു സാദ് ഖൈബറുകാരെ സഹായിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ശക്തി സ്വരുക്കൂട്ടുകയായിരുന്നു. ഈ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയുടെ നേതൃത്വത്തിൽ സഹാബാക്കളുടെ ഒരു സംഘത്തെ പറഞ്ഞയച്ചു. അവർ പകൽ സമയത്ത് ഒളിഞ്ഞിരിക്കുകയും രാത്രി യാത്ര തുടരുകയും ചെയ്തുകൊണ്ട് ഫിദക്കിന് സമീപമെത്തി. അതിന്റെ സമീപമാണ് ശത്രുക്കൾ ഉണ്ടായിരുന്നത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു കട്ടറിബി ലഭിച്ചു. അയാൾ ബനു സാദിന്റെ ചാരനായിരുന്നു. ഹദ്റത്ത് അലി അയാളെ ബന്ദിയാക്കി അയാളോട് ബനു സാദിന്റെയും ഖൈബറിന്റെയും കാര്യങ്ങൾ അന്വേഷിച്ചു. ആദ്യം അയാൾ തികഞ്ഞ അജ്ഞതയും ബന്ധമില്ലായ്മയുമാണ് പറഞ്ഞത്. പക്ഷെ അവസാനം തന്നെ മാപ്പപേക്ഷ അംഗീകരിച്ചപ്പോൾ അയാൾ എല്ലാ രഹസ്യങ്ങളും തുറക്കുകയുണ്ടായി. പിന്നെ മുസ്ലിങ്ങൾ അയാളെ തങ്ങളുടെ വഴികാട്ടിയാക്കി ബനു സാദ് ഒരുമിച്ച് കൂട്ടിയ ഇടത്തിലേക്ക് നീങ്ങി അവർക്ക് മേൽ ഓർക്കാപ്പുറത്ത് ആക്രമണം നടത്തി. ഈ അപ്രതീക്ഷിത ആക്രമണം കാരണം ബനു സാദ് പരിഭ്രമിച്ച് രണാങ്കണത്തിൽ നിന്നും ഒളിച്ചോടി. ഹദ്റത്ത് അലി സമരാർജിത സ്വത്തുക്കളുമായി മദീനയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഈ അപകടം തൽക്കാലത്തേക്ക് മാറിക്കിട്ടി. അടുത്തത് സരിയ അബൂബക്കറിനെ കുറിച്ചുള്ള പരാമർശമാണ്. ഇത് ഫസാറയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഈ സരിയ ഹിജറ 6-ാം വർഷത്തിലാണ് ഉണ്ടായത്. ബനു ഫസാറ നജദിലെ ഖുറാഷ് താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖുറ താഴ്വര മദീനയ്ക്ക് വടക്ക് ഷാമിലേക്കുള്ള വഴിയിൽ ഏകദേശം 350 കിലോമീറ്റർ ദൂരെയാണുള്ളത്. തബക്കാത്തുൽ കുബ്രയിലും ഇബ്നു ഹിശാമിനും പറയുന്നു, ഈ സരിയ ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിലാണ് അയച്ചിരുന്നത്. എന്നാൽ സഹീഹ് മുസ്ലിം, സുനൻ അബൂദാവൂദ് എന്നിവയിൽ നിന്നും മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സരിയയുടെ നേതാവായ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചിരുന്നു എന്നാണ്. സഹീഹ് മുസ്ലിമിന്റെ നിവേദനത്തിൽ പറയുന്നു, അയാസ് ബിൻ സൽമയിൽ നിന്ന് നിവേദനം, എൻ്റെ പിതാവ് ഹദ്റത്ത് സൽമ അക്കവ പറയുന്നു, ഞങ്ങൾ ഹസാറ ഗോത്രവുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നേതാവ് ഹദ്റത്ത് അബൂബക്കർ ആയിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അമീറായി നിശ്ചയിച്ചതാണ്. അവിടെ വെള്ളമുള്ള ഒരു കിണറുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളത്തിന് അടുത്തെത്താൻ 1 മണിക്കൂർ ദൂരത്തെത്തിയപ്പോൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവിടെ തമ്പടിച്ചു. ഞങ്ങൾ രാത്രിയുടെ തുടക്കത്തിലാണ് അവിടെ എത്തിയത്. പിന്നെ ഞങ്ങളും അവരും, അതായത് ശത്രുക്കളും, വെള്ളത്തിനടുത്തെത്തി. അദ്ദേഹം, അതായത് ഹദ്റത്ത് അബൂബക്കർ, എല്ലാ ഭാഗത്തേക്കും ആക്രമണം നടത്തി. അതിനു മുന്നിൽ വന്നവർ എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു.
അല്ലെങ്കിൽ ബന്ദികളാക്കപ്പെട്ടു. അതിൽ സ്ത്രീകളെയും കുട്ടികളെയും കാണുന്നുണ്ടായിരുന്നു. അവർ തനിക്ക് മുമ്പേ ഓടി പർവ്വതത്തിനു മുകളിൽ കയറി അപ്രത്യക്ഷരാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അതായത് ആ സഹാബി പറയുന്നു, അവർ പർവ്വതത്തിനു മുകളിൽ കയറി അപ്രത്യക്ഷമാകുമോ എന്ന് ഞാൻ ശങ്കിച്ചുപോയി. ഞാൻ അവർക്കും പർവ്വതത്തിനുമിടയിൽ അമ്പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ മരണപ്പെട്ടു പിന്മാറുന്നതിന് വേണ്ടി ഞാൻ അവർക്കും പർവ്വതത്തിനുമിടയിൽ അമ്പെയ്തുകൊണ്ടിരുന്നു. അവരെ തെളിച്ചു കൊണ്ടുവന്നു. അവരിൽ ബനു ഫസാറ ഗോത്രത്തിലെ ഒരു സ്ത്രീയുമുണ്ടായിരുന്നു. അവരുടെ പക്കൽ ഒരു പഴയ തുകൽ വസ്ത്രവും അവളുടെ ഭംഗിയുള്ള മകളുമുണ്ടായിരുന്നു. ഞാൻ അവരെല്ലാം വളഞ്ഞ് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മാനമായി മക്കക്കാർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയും മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അത് അയച്ചതിനുള്ള കാരണം അതിന് പകരമായി മക്കയിൽ ബന്ദിയാക്കപ്പെട്ട നിരവധി മുസ്ലിങ്ങളെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് സഹീഹ് മുസ്ലിമിന്റെ നിവേദനമാണ്. ഈ സരിയയിൽ മുസ്ലിങ്ങളുടെ കോഡ് ഉമ്മത്ത് ഉമ്മത്ത് എന്നായിരുന്നു. ഹദ്റത്ത് സൽമ ബിൻ അക്കാവ പറയുന്നു, ഞാൻ ആ ദിവസം 7 ആളുകളെ വധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ 9 പേരെ വധിച്ചതായും പറയുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇനി ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യത്തെ അനുസ്മരണം ജനാബ് തയ്യിബ് അഹമ്മദ് സാഹിബ് ബംഗാളി ദർവേഷ് ഖാദിയാന്റെയാണ്. ഇദ്ദേഹം ഡിസംബർ 11-ന് 97-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബംഗ്ലാദേശിലാണ് അദ്ദേഹം ജനിച്ചത്. 1942-ൽ അദ്ദേഹത്തിന് ധാക്കയിൽ ബയ്യത്ത് ഫോറം പൂരിപ്പിച്ച് അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. 1945-ൽ ആദ്യമായി ഖാദിയാൻ ജൽസയിൽ ഭാഗഭാക്കായി. ഹദ്റത്ത് മുസ്ലിം അള്ളാഹുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ലാത്ത വിധം ഖാദിയാനുള്ള സ്നേഹം മനസ്സിൽ സ്ഥാപിതമായി. ഇദ്ദേഹം 2 വർഷം ഗ്രാമീണ മുബല്ലിഗുമാർക്കുള്ള സ്പെഷ്യൽ ക്ലാസ്സിൽ ഖാദിയാനിൽ താമസിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ 1947-ലാണ് വിഭജനം ഉണ്ടാകുന്നത്. അദ്ദേഹം ഖാദിയാനിൽ താമസിക്കാൻ അപേക്ഷിക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ദർവേശി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സദർ ജനാമതിയുടെ വിവിധ ഓഫീസുകളിൽ സേവനം ചെയ്യാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. 55-56 കാലഘട്ടത്തിൽ ജമാഅത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു. അന്ന് സദർ അഞ്ജുമൻ അഹമ്മദിയ ഖാദിയാൻ ഉപജീവനത്തിന് സ്വന്തമായി ശ്രമിക്കണമെന്ന് ഓരോരുത്തരോടും വിളംബരം ചെയ്തു. ആ സമയത്ത് ജമാഅത്തിന് അലവൻസ് കൊടുക്കാനോ അവരുടെ സാമ്പത്തിക ഭാരം ഈ സമയത്ത് വഹിക്കാനോ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഈ നിർദ്ദേശത്തോടെ അദ്ദേഹം ദാറുൽ മസീന് പുറത്ത് ഒരു ബസാറിൽ ഒരു ചായക്കട തുടങ്ങി. അധിക സമയം അതിൽ നിന്ന് അതിഥികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ചായ കുടിപ്പിക്കുമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള തലാക്കായ ഒരു സ്ത്രീ ആമിന ബീവി സാഹിബയുമായി അദ്ദേഹത്തിന് വിവാഹം നടന്നു. അവർക്ക് നേരത്തെ തന്നെ ഒരു മകൾ ഉണ്ടായിരുന്നു. ഈ മകൾ അദ്ദേഹം നല്ല രീതിയിൽ പരിപാലിക്കുകയുണ്ടായി. ഏതാനും വർഷം മുമ്പ് ഇദ്ദേഹത്തിന് മുട്ടുകാലിന് സാരമായ ബുദ്ധിമുട്ടുണ്ടായി. നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസമായിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. മറിച്ച് വളരെ വേദനയോടുകൂടി കരഞ്ഞു വിലപിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വന്നിരിക്കുന്നു. വിഷ്ണു മക്ബറയിലെ ചില പച്ച മരുന്ന് ചെടികൾ ഭക്ഷിക്കാൻ എനിക്ക് തന്നു. അതിനുശേഷം പിന്നെ പതിയെ പതിയെ കാൽമുട്ടുകളുടെ വേദന ഇല്ലാതായി. അദ്ദേഹം തന്റെ ആഗ്രഹപ്രകാരം വീണ്ടും കൃത്യമായി മസ്ജിദ് അക്സയിലും മുബാറക്കിലും വന്നു തുടങ്ങി. ഖിലാഫത്തുമായ അദ്ദേഹത്തിന് അനിതര സാധാരണമായ ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു. കളികളോടും താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് യുവാക്കളുമായി അദ്ദേഹത്തിന് പ്രത്യേക ബന്ധമായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്പോർട്സ് ഗ്രൗണ്ടിൽ വരുമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ തർബീയത്ത് നടന്നിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം വിഭജനകാലത്ത് 313 ദർവേഷന്മാരും ആണ് ബാക്കബാക്കായത്. ഈ അടുത്ത കാലത്ത് വഫാത്തായ അവസാന ദർവേഷന്മാരിൽ ഇദ്ദേഹവും ഉൾപ്പെടുന്നു. ഇനി ഖാദിയാനിൽ ഒരു ദർവേഷും ബാക്കിയില്ല. ഈ വർഷത്തെ ഖാദിയാനിലെ ജൽസ ആരംഭിക്കുകയാണ്. ഇനി ഖാദിയാനിൽ വസിക്കുന്ന പുതിയ തലമുറ ഈ ത്യാഗം ചെയ്ത മഹാത്മാക്കളുടെ സമ്പ്രദായങ്ങളെ നിലനിർത്തിക്കൊണ്ട് കൂറോടുകൂടിയും ആത്മാർത്ഥയോടുകൂടിയും ഖാദിയാനിൽ
തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടതാണ്. അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മിർസ മുഹമ്മദ് ദീൻ നാസ് സാഹിബിനെ കുറിച്ചുള്ളതാണ്. സദറുൽ അഹമ്മദിയ പാകിസ്ഥാനെ കുറിച്ച് അദ്ദേഹം സർജമൻ അഹമ്മദിയ പാകിസ്ഥാൻ ആയിരുന്നു. അള്ളാഹുവിനെ തൽമൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാവ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം പട്വാരി ഹഷ്മത്തുള്ള സാഹിബിന്റെ തബ്ലീഗ് മുഖേന 1942 അഹമ്മദിയായി. മുഹമ്മദ് ദീൻ സാഹിബിന്റെ വിവാഹം സയ്യിദ് അബ്ദുൽ ഹാദി സാഹിബിന്റെ മകൾ സയ്യിദ നുസ്രത്ത് ജഹാൻ സാഹിബിയുമായി നടന്നു. ഇവർക്ക് ഒരു മകനുണ്ടായിരുന്നു. പക്ഷേ യുവാവായിരിക്കുമ്പോൾ തന്നെ മരണമടഞ്ഞു. പിന്നെ അദ്ദേഹം സഹോദരിയുടെ മകനെയും മകളെയും പോറ്റി വളർത്തുകയുണ്ടായി. ഈ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്തു. മകളുടെ മകനും രോഗിയാണ്. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. 1965 അദ്ദേഹം ജാമ്യയിൽ പ്രവേശിച്ചു. BA ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് ജോലി ലഭിച്ചിരുന്നു. വീണ്ടും ജാമ്യയിൽ പ്രവേശിച്ചു. 1971 ജാമ്യ പാസ്സായി. 1965 അദ്ദേഹം ജാമ്യയിൽ പ്രവേശിച്ചു. BA ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് ജോലി ചെയ്തിരുന്നു. വീണ്ടും ജാമ്യയിൽ പ്രവേശിച്ചു. 1971 ജാമ്യ പാസ്സായതിനു ശേഷം അവിടെ തന്നെ ഫീൽഡിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു. പിന്നീട് ജാമ്യയിൽ അധ്യാപകനായും നിയമിക്കപ്പെട്ടു. അറബി ഗ്രാമറിൽ സർഫ് നഹുവാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സാഹിത്യം, കർമ്മശാസ്ത്രം, ചരിത്രം, തസവ്വുഫ് തുടങ്ങിയവയും പഠിപ്പിച്ചിരുന്നു. ജാമ്യയിൽ നായിബ് പ്രിൻസിപ്പളായും സേവനം ചെയ്തിട്ടുണ്ട്. 37 വർഷം ജാമ്യയിൽ സേവനം ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തെ അഡീഷണൽ നാസർ താലിമുൽ ഖുർആൻ വഖഫ് ഹാർജിയായി നിശ്ചയിച്ചു. 2018 ഞാൻ അദ്ദേഹത്തെ സദർ സർജൻ അഹമ്മദിയായി നിയമിച്ചു. അവസാന ശ്വാസം വരെയും ഈ സ്ഥാനത്ത് തുടരുകയുണ്ടായി. ഖുദ്ദാമുൽ അഹമ്മദിയ, അൻസാറുള്ള എന്നിവയിൽ കേന്ദ്രതലത്തിൽ ഒരുപാട് സേവനങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അൻസാറുള്ളയിൽ സഫേദ് ഹോമിന്റെ സദറായിരുന്നു. ഖാലിദ്, അൻസാറുള്ള എന്നീ മാസികകളുടെ എഡിറ്ററുമായിരുന്നു. 1994 ഏറെക്കുറെ ഒരു മാസത്തിലധികം, അതായത് 1.25 മാസം അദ്ദേഹത്തിന് ദൈവമാർഗത്തിൽ കൽത്തുറങ്കിൽ കഴിയാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ദാറുൽ ഖസായിൽ മെമ്പർ, ഖസാ ബോർഡ് മെമ്പർ എന്ന നിലയിലും സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മജ്ലിസ് ഇഫ്താ മെമ്പറായിരുന്നു. ഫിഖ് പുനഃപരിശോധനാ കമ്മിറ്റി സദറും ബൈത്തുൽ ഹംദ് കമ്മിറ്റി സെക്രട്ടറി, അറബി ബോർഡ് സദർ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല അറബി പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആകത്തുക എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ പറയുന്നു, മിർസ നാസ് സാഹിബ് എന്നോട് പറഞ്ഞു, എനിക്ക് 10-12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തഹജ്ജുദ് ആരംഭിച്ചത്. ഇതിനിടയിൽ വല്ല രോഗവും ഉണ്ടായാലല്ലാതെ ഞാൻ തഹജ്ജുദ് ഉപേക്ഷിച്ചിട്ടില്ല. അതുപോലെ 10-11 വയസ്സായപ്പോഴാണ് ജമാഅത്തായി നമസ്കരിക്കാൻ ആരംഭിച്ചത്. അന്നു മുതൽ എന്തെങ്കിലും അസുഖം കാരണമോ അല്ലെങ്കിൽ ഡോക്ടർമാർ വിലക്കിയതിനാലോ അല്ലാതെ ഒരിക്കലും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധു പറയുന്നു, ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു തവണ രാത്രി കഴിച്ചു കൂട്ടിയിരുന്നു. തണുപ്പ് കാലമായതിനാൽ നീണ്ട രാത്രിയായിരുന്നു. രാത്രി ഞാൻ കാണുന്നത് എന്തെന്നാൽ അദ്ദേഹം രാത്രി എഴുന്നേറ്റ് ഏകദേശം 4 മണിക്കൂറോളം തുടർച്ചയായി തഹജ്ജുദ് നമസ്കരിക്കുകയായിരുന്നു. തണുപ്പ് കാലത്തുള്ള നീണ്ട രാത്രികളിൽ വളരെ നേരം തഹജ്ജുദ് നമസ്കരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വീണ്ടും പറയുന്നു, മീത സാഹിബ് ഇദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു. പറയുന്നു, അത് ഖലീഫ് സാലിസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം 2 റക്അത്ത് നഫൽ നമസ്കരിക്കാൻ ആരംഭിച്ചതാണ്. ഇന്നും അത് തുടരുന്നു. ജലസയിൽ അദ്ദേഹം ഇവിടെ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കൂറും പ്രകടമായിരുന്നു. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സ്നേഹവും അനുസരണയുടെ ഉത്തമ മാതൃകയും കണ്ടിരുന്നു. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, നമസ്കരിക്കാം. അതിനാൽ നമസ്കാരത്തിന് മുമ്പായി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ താങ്കൾക്ക് എന്നെയും
കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചെത്താം. അദ്ദേഹത്തിന്റെ സഹോദരൻ മുഷ്താഖ് അഹമ്മദ് ബേഗ് സാഹിബ് ഇവിടെയാണ്. അദ്ദേഹം പറയുന്നു, പിതാവിന്റെ ആഗ്രഹപ്രകാരം എന്റെ സഹോദരൻ ജമാഅത്തിന് വേണ്ടി ജീവിതം വഖഫ് ചെയ്യുകയും അവസാന നിമിഷം വരെ തന്റെ കടമ യഥാവിധി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹം BA വിദ്യാഭ്യാസം നേടുകയുണ്ടായി. കാരണം എന്തെന്നാൽ അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ജമാഅത്തിന് വേണ്ടി വഖഫ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ജാമ്യയിൽ നിന്നും പാസ്സായതിനു ശേഷം ഈജിപ്തിലെ ഒരു യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഒരു ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയും ഞാൻ എൻ്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ജമാഅത്തിൽ നിന്ന് ലഭിച്ചിരുന്ന അലവൻസ്, അതായത് മുറബിയുടെ അലവൻസ് 40 രൂപ ഉണ്ടായിരുന്ന കാലത്ത് പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ട കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. ജാമിയ അഹമ്മദിയ റബുയുടെ പ്രിൻസിപ്പൽ മുബഷിർ അയാസ് സാഹിബ് എഴുതുന്നു, ഞങ്ങൾ 2-ാമത്തെയോ 3-ാമത്തെയോ വർഷം ജാമിയയിൽ പഠിക്കുകയായിരുന്നു. നാസ് സാഹിബ് ഞങ്ങൾക്ക് അറബി അധ്യാപകനായിരുന്നു. ആ ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരി ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്നു. ഡോക്ടർമാർ ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞിരുന്നു. അവർ ജാമ്യയുടെ പരിസരത്ത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് രക്തം കയറ്റേണ്ടതുണ്ടായിരുന്നു. രക്തത്തിന്റെ ബോട്ടിൽ വെച്ച് അദ്ദേഹം ജാമ്യയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. ക്ലാസ് ഒഴിവാക്കിയില്ല. അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വന്ന് അദ്ദേഹത്തെ വിളിച്ചു. നാസാബ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് വിവരമന്വേഷിച്ചു വീണ്ടും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ആ സമയത്ത് അറബിയിലെ ഒരു കവിത പഠിപ്പിക്കുകയായിരുന്നു. അതിൽ സങ്കടകരമായ കുറച്ച് വരികളും ഉണ്ടായിരുന്നു. ആ വരികൾ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദമിടറുകയും കണ്ണുകളിൽ നിന്ന് അശ്രു വരികയും ചെയ്തിരുന്നു. നാസാഹിബ് വളരെ ധൈര്യശാലിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹം നല്ല രീതിയിൽ ആ ക്ലാസ് പൂർത്തിയാക്കി. അങ്ങനെ ക്ലാസ് അവസാനിച്ചതിന് ശേഷം അദ്ദേഹം വേഗത്തിൽ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന വ്യക്തി അദ്ദേഹത്തിന് സഹോദരി വളരെ മോശമായ അവസ്ഥയിലാണ് എന്ന് അറിയിപ്പ് നൽകാൻ വന്നതായിരുന്നു എന്ന കാര്യം പിന്നീടാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. എന്നാൽ നാസ് സാഹിബ് തന്റെ കടമ നിർവഹിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരി വഫാത്തായി എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ധാരാളം ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്റെ വഖഫിന്റെ കടമ നിർവഹിച്ചു. ഖിലാഫത്തെ അഹമ്മദിയുമായി അദ്ദേഹത്തിന് അഗാധമായ കൂറിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും പെരുമാറുമാറാകട്ടെ. 3-ാമത്തെ അനുസ്മരണം ഇഖ്മുറാദ് ഹൈക്യു സാഹിബിനെ കുറിച്ചുള്ളതാണ്. ഇദ്ദേഹം തുർക്ക്മെനിസ്ഥാനിൽ ജമാഅത്തിന് നാഷണൽ സദറായിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായ ഇന്നാലില്ലാഹി ഇന്നാലി റാജിഊൻ. ഡോക്ടർ അബ്ദുൽ അലീം സാഹിബ് മുഖേനയാണ് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെട്ടത്. റാവേൽ ബുഖാറോ സാഹിബിന്റെയും അബ്ദുൽ അലീം സാഹിബിന്റെയും സംയുക്ത തബ്ലീഗിന്റെ ഫലമായി ബയ്യത്ത് ചെയ്തു. തബ്ലീഗ് മുഖേന മനസ്സുകൊണ്ട് അഹമ്മദിയായെങ്കിലും ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2010 ആദ്യമായി ജലസയിൽ പങ്കെടുക്കാൻ ഇവിടെ വരികയും എന്നെ കാണുകയും ചെയ്തു. അതിനുശേഷം ആഗോള ബയ്യത്തിൽ ഭാഗവാക്കായി. കാലത്തിന്റെ ഖലീഫയുടെ ബയ്യത്ത് ചെയ്യുന്നു എന്ന കാര്യത്തിൽ വലിയ സന്തോഷവതിയായിരുന്നു. പറയുന്നു, ബയ്യത്തിന്റെ വാക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥതയും കൂറിന്റെയും വിശ്വാസത്തിന്റെയും കരുത്ത് കാരണം അദ്ദേഹത്തിന്റെ മുഖത്തതിന്റെ പ്രഭാവങ്ങൾ കാണാമായിരുന്നു. കുറച്ചു മുമ്പ് വരെയും ചിരിച്ചു സംസാരിച്ചു കൊണ്ടിരുന്ന അതേ ഇഖ്മുറാദ സാഹിബാണ് അതെന്ന് എനിക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഏതാനും വർഷം മുമ്പ് തുർക്കുമാനി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ തർജിമയുടെ ജോലി ആരംഭിച്ചു. കഴിഞ്ഞ വർഷം അത് പൂർത്തിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം UK ജൽസയിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ കൂടുതൽ സമയം തങ്ങുന്നതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്റെ അനുവാദത്തെ തുടർന്ന് അദ്ദേഹം ഇവിടെ താമസിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ എല്ലാ നമസ്കാര കാര്യത്തിലും വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. കൂടാതെ വിശുദ്ധ ഖുർആൻ തർജ്ജമ കേന്ദ്ര റഷ്യൻ ഡെസ്കിന്റെ സഹായത്തോടെ ഗ്രന്ഥരൂപത്തിൽ തയ്യാറാക്കുകയും ചെയ്തു. ഇഖ്മുറാദ് സാഹിബ് തുർക്ക്മെനിസ്ഥാനിലെ ആദ്യത്തെ അഹമ്മദിയും ആയിരുന്നില്ല, മറിച്ച് തന്റെ വഫാത്ത് വരെയും തുർക്ക്മെനിസ്ഥാനിലെ ജമാഅത്ത് സദറായും സേവനം ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ ഒരു
ഇന്റർവ്യൂവിൽ പറയുന്നു, ഞാൻ ജന്മന മുസ്ലിമായിരുന്നു, എന്നാൽ ഒരു സാമ്പ്രദായിക മുസ്ലിം മാത്രമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കാലമായിരുന്നു അത്. കമ്മ്യൂണിസത്തെയും ഞാൻ പിന്തുണച്ചിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ സവിശേഷ ഭാവങ്ങൾ അന്നും ഞങ്ങൾക്കുള്ളിൽ സുഭദ്രമായിരുന്നു. ഞാൻ ഗണിതത്തിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. പിന്നെ അടിസ്ഥാനപരമായി ദൈവമാരാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ അള്ളാഹുവാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി ചില കുരാനിക വചനങ്ങൾ എനിക്കറിയാമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ വഫാത്തിന് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. തൂവെള്ള വസ്ത്രധാരിയായ ഒരാൾ വന്നിരിക്കുന്നു. അതിൻ്റെ വെളുപ്പിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. അദ്ദേഹം വന്നു ഒരു കൈകൊണ്ട് എന്നെ ആംഗ്യരൂപത്തിൽ വിളിച്ചു. ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അടുത്തേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഇത് 2021 കാര്യമാണ്. അതിനുശേഷം റാവേൽ സാഹിബിന്റെയും ഡോക്ടർ അലി സാഹിബിന്റെയും തബ്ലീഗ് മുഖേന ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലായി. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മഹാത്മാവാണ് എന്നെ തന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിക്കുകയും പിന്നെ പറഞ്ഞു വന്നതുപോലെ 2010 വന്ന് ബയ്യത്ത് ചെയ്യുകയും ഉണ്ടായി. പറയുന്നു, എൻ്റെ ഉള്ളിലുള്ള വൈകാരിക ആവേശത്തെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അഹമ്മദിയത്ത് എനിക്ക് തന്ന പ്രകാശം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതേക്കുറിച്ച് അനുഭവിച്ചറിയുന്നത് ഇപ്പോൾ എനിക്ക് വാക്കുകളിലൂടെ വിവരിക്കാൻ സാധ്യമല്ല. ഇദ്ദേഹം വളരെ ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഓരോ ഖുത്ബയും പ്രഭാഷണവും ഞാൻ എൻ്റെ റൂഹിലൂടെ കടത്തിവിടുന്നു. മനഃപ്പാടമാകും വിധം ഞാനത് ശ്രദ്ധാപൂർവം കേൾക്കുന്നു. ലോകത്തിന്റെ ശാശ്വതവും തുല്യ രീതിയിലുള്ള അവകാശ സംരക്ഷണവും അഹമ്മദിയ ജമാഅത്തുമായി ബന്ധിതമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ വർഷം UK ജലസയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇവിടെ തന്നെ തങ്ങാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, തുർക്കമെനിസ്ഥാനിൽ എൻ്റെ വീട്ടിൽ ഒരു വിവാഹമുണ്ട്. അവിടെ എല്ലാ കുടുംബക്കാരും സന്നിഹിതരായിരുന്നു. കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആന്റെ തുർക്കുമാനീസ് തർജ്ജമയുടെ ജോലിയേക്കാളും അനിവാര്യമായ മറ്റൊന്നും തന്നെയില്ല എന്നാണ്. അധികമായി ഖുർആന് വേണ്ടി സേവനം ചെയ്യാം എന്നാണ് ആഗ്രഹം. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അവർ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അഹമ്മദിയത്ത് സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഇവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم صل على